ജില്ലകളുടെ വിഭജനം. ഐക്യ കേരളം രൂപം കൊള്ളുമ്പോൾ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശൂർ, മലബാർ എന്നീ 5 ജില്ലകളാണുണ്ടായിരുന്നത്. 1957 മലബാർ ജില്ലയെ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ 3 ജില്ലകളാക്കി വിഭജിച്ചു. പലവിധ വിവാദങ്ങൾക്കും കുപ്രചരണങ്ങൾക്കും ശേഷം 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ ജനസംഖ്യ 14 ലക്ഷമായിരുന്നു. ഇപ്പോഴത് 45 ലക്ഷത്തിന് മുകളിലായിരിക്കുന്നു. പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം എന്നീ 3 ജില്ലകളും കൂടിയുള്ളതിനേക്കാൾ ജനസംഖ്യയുണ്ട് മലപ്പുറത്ത്. ഒരു ജില്ലാ ഭരണകൂടത്തിൻ്റെ തലവനാണ് ജില്ലാ കലക്ടർ. 3 കലക്ടർമാരുടെ കൂടിയത്ര ഫയലുകളാണ് മലപ്പുറം ജില്ലയുടെ ഒരു കലക്ടറുടെ മേശപ്പുറത്ത് വരുന്നത്. ത്രിപുര, മേഘാലയ, മണിപ്പൂർ തുടങ്ങി ഇന്ത്യയിലെ 8ഓളം സംസ്ഥാനങ്ങളെക്കാൾ പോലും അധികം വരും ഈ ജനസംഖ്യ. സർക്കാർ പദ്ധതികളും സംരംഭങ്ങളും ഓഫീസുകളും വഴി ജനജീവിതത്തിൻ്റെ താഴേത്തട്ടിലേക്ക് സേവന പ്രവർത്തനങ്ങൾ എത്തുന്നതിന് ഈ വലിയ ജനസംഖ്യ തടസ്സമാണ്. റവന്യൂ ഓഫീസ്, തദ്ദേശ സ്വയംഭരണ, ആരോഗ്യ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി സർവത്ര മേഖലകളിലും വികസന മുരടിപ്പും അപര്യാപ്തതകളും സ്വാഭാവികമായും മലപ്പുറത്ത് വർദ്ധിച്ചിട്ടുണ്ട്. പ്രൈമറി ലെവൽ മുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരെ ഈ കുറവ് കാണാം. എല്ലാ അധ്യയന വർഷങ്ങളുടെയും തുടക്കത്തിൽ +1 അഡ്മിഷൻ വിവാദങ്ങൾക്കിടയിൽ മാത്രമാണ് ഈ ആവശ്യം ഉയർന്നു വരാറുള്ളത്. മലപ്പുറം ജില്ലയുടെ സമാനമായ അവസ്ഥയാണ് കോഴിക്കോട് ജില്ലയിലുമുള്ളത്. ജനസംഖ്യയുടെ ആധിക്യം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ പഠനങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും സാമൂഹ്യ ശുപാർശകളുടെയും അടിസ്ഥാനത്തിൽ മലപ്പുറം, കോഴിക്കോട് ജില്ലകൾ വിഭജിക്കാൻ ആവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. നിലവിലെ മലപ്പുറം ജില്ലയുടെ വടക്ക്, കോഴിക്കോട് ജില്ലയുടെ തെക്ക് പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 15ാമത്തെ മറ്റൊരു ജില്ല കൂടി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആവശ്യപ്പെടുന്നു. ഫെഡറലിസം. കേരളത്തിന് അർഹതപ്പെട്ട കേന്ദ്ര സഹായം നേടിയെടുക്കുന്നതിൽ നാം വിജയിച്ചിട്ടില്ല. GST സംവിധാനം നടപ്പിലായതോടുകൂടി എല്ലാ വരുമാന മാർഗവും കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമാണ്. ഫണ്ട് ലഭിക്കേണ്ട ഏക സ്രോതസ് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അതിന് കൃത്യമായ ഒരു മാനദണ്ഡം മുന്നോട്ട് വെക്കുകയാണ്. ഈ ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ള 1,20,000 കോടി രൂപ ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ കൈവശമാണ്. കേന്ദ്ര വിഭവങ്ങൾ പങ്കുവെക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യക്ക് ആനുപാതികമായിട്ടായിരിക്കണം. അങ്ങനെ വന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന കേന്ദ്ര വിഹിതത്തിൽ കാര്യമായ വർധനവുണ്ടാകും. ചെലവ് ചുരുക്കാൻ എന്ന പേരിൽ ഒരു രാജ്യം, ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ഫാസിസ്റ്റ് ആശയം നടപ്പിലാക്കുന്നതിനു വേണ്ടി മാത്രമേ ഉപകാരപ്പെടൂ എന്നാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ കാഴ്ചപ്പാട്. വിവിധങ്ങളായ സാമൂഹ്യ സാംസ്കാരിക വിശ്വാസ നിലപാടുകളുള്ള സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ. അതിനാൽ തന്നെ നിലവിലെ ഫെഡറൽ സംവിധാനത്തെ ഈ നിലപാട് അട്ടിമറിക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യൻ സാമ്രാജ്യത്വ ശക്തികളുടെ കടന്നാക്രമണങ്ങൾക്ക് നിരന്തരമായി വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട്. ഫലസ്തീൻ്റെ മേലുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും ഒടുവിൽ ആരംഭിച്ച കൊടും ക്രൂരതയ്ക്ക് ഇന്നേക്ക് 1 വർഷമാവുന്നു. ഈ അധിനിവേശ യുദ്ധത്തിൽ നമ്മുടെ രാജ്യം ഇരകളായ ഫലസ്തീനൊപ്പമാണെന്ന് പറയുകയും അതോടൊപ്പം ഭീകരമായ ഇസ്രായേലിന് സൈനിക സഹായം നൽകുകയും ചെയ്യുന്നത് പ്രത്യക്ഷമായ കാപട്യവും മനുഷ്യത്വരഹിതമായ സമീപനവുമാണ്. ഈ നടപടി അടിയന്തരമായി കേന്ദ്രം അവസാനിപ്പിക്കാൻ കേരള നിയമസഭ പ്രമേയം അവതരിപ്പിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസം. ഉയർന്ന മാനുഷിക മൂല്യങ്ങളുള്ള ഒരു തലമുറയായിരിക്കണം വിദ്യാഭ്യാസ പ്രക്രിയയിലൂടെ നമുക്ക് ലഭ്യമാവേണ്ടത്.